പാമ്പിനെ തല്ലിക്കൊല്ലാൻ പോകുന്നവർ ജാഗ്രത. പാമ്പുകളെ കൊല്ലുന്നത് കുറ്റകൃത്യമാണെന്ന് സർപ്പ ആപ്പിന്റെ സംസ്ഥാന നോഡൽ ഓഫീസറും ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുമായ വൈ മുഹമ്മദ് അൻവർ പാമ്പുകടിയേറ്റാൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായത്തെക്കുറിച്ചും അദ്ദേഹം ഒരഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. സംരക്ഷിത വന്യജീവികളാണ് പാമ്പുകൾ. സ്വയരക്ഷയ്ക്ക് വേണ്ടി പാമ്പുകളെ കൊല്ലുന്നവർക്കെതിരെ പൊതുവെ കേസെടുക്കാറില്ല. പക്ഷേ മനഃപൂർവ്വം പാമ്പുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ കേസെടുക്കാം. അത്തരത്തിൽ പാമ്പുകളെ കൊല്ലുന്നത് ക്രൈമാണ്. 7 വർഷം വരെ ശിക്ഷ ലഭിക്കും. പാമ്പുകളെ വളർത്തുന്നതും കുറ്റമാണെന്ന് അദ്ദേഹം പറയുന്നു. പാമ്പുകടിയേറ്റ് മരിച്ചാൽ വനംവകുപ്പിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വന്യജീവികളിൽ നിന്നുള്ള ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്താൽ വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകും. നഷ്ടപരിഹാരം എന്ന നിലയിലല്ല അത്. മനുഷ്യജീവന് ഇനി എത്ര നഷ്ടപരിഹാരം നൽകിയാലും പരിഹാരമാകത്തുമില്ല. ആ തിരിച്ചറിവിൽ സമാശ്വാസ ധനസഹായം എന്നാണ് ഉപയോഗിക്കുകയെന്നും അദ്ദേഹം പറയുന്നു. 14 ലക്ഷം രൂപയാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചാൽ കൊടുക്കുക. വനത്തിന് പുറത്തു വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ചാൽ 4 ലക്ഷം രൂപയാണ് ധനസഹായം കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് ഇത് നൽകുന്നത്. പക്ഷേ എല്ലാ സംസ്ഥാനത്തും ഈ ധനസഹായം നൽകുന്നില്ല. ചുരുക്കം സംസ്ഥാനങ്ങളിലേ ഉള്ളുവെന്ന് അദ്ദേഹം പറയുന്നു. പാമ്പുകൾ വന്യജീവികളായതിനാൽ ചികിത്സ ധനസഹായവുമുണ്ട്. ചികിത്സ വേണ്ടിവരുന്നവർക്ക് ബില്ലുകൾ സമർപ്പിക്കാം. അക്ഷയ സെന്റർ വഴി അപേക്ഷിക്കാം. 1 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ ഉടനടി റീഇംബേഴ്സ് ചെയ്യും. ആദിവാസി വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 1 ലക്ഷം എന്ന പരിധിയില്ല. എത്രയാണോ ചെലവായത് അത്ര തന്നെ നൽകുമെന്നും അദ്ദേഹം പറയുന്നു.